ബലാത്സംഗ കേസിൽ സിദ്ദിഖിന്റെ അറസ്റ്റ് 2 ആഴ്ചത്തേക്ക് തടഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് നടനോട് കോടതി നിർദ്ദേശിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ സർക്കാരിനും SITക്കും അതിജീവിതയ്ക്കും കോടതി നോട്ടീസ് അയച്ചു. 2 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. 8 വർഷം സർക്കാർ എന്തു ചെയ്തെന്ന് കോടതി ചോദിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം 29 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് സർക്കാർ അറിയിച്ചു. SIT അംഗം മെറിൻ ജോസഫ് IPSും സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖും വാദം കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു. കോടതി വിധിയിൽ വലിയ ആശ്വാസമില്ലെന്നും അഭിഭാഷകരുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സിദ്ദിഖിന്റെ മകൻ പറഞ്ഞു. No comments to offer. No official comments to offer. It is too early to say anything. No official comments from my side. Sorry. I don't have the freedom to give you more information. So please understand that this is a case that's still in the court. Is in court? Absolutely. അതല്ല ഇപ്പോൾ ഓൺഗോയിങ് കേസല്ലേ, അപ്പോൾ നമുക്കങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള എനിക്കൊരു ഫ്രീഡം ഇല്ല. ഞാൻ സംസാരിക്കാൻ പാടില്ല. അത് നമ്മുടെ കേസിന് ചിലപ്പോൾ ബാധിക്കും. കേസിന്റെ ഉള്ളറകളിലേക്ക് പോകണ്ട. അതായത് ഒരു കാര്യം മാത്രം ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്ന തീരുമാനം ഒരു വലിയ ആശ്വാസം എന്നൊരു തീരുമാനമാണല്ലോ അല്ലേ? വലിയ ആശ്വാസമല്ല, വലിയ ആശ്വാസമല്ല, അങ്ങനെ കാണുന്നില്ല. അല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ല, എന്താന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ അറിയില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ ബസ്സിലേക്ക് ശരി. അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെ സിദ്ദിഖിന്റെ കാക്കനാട് പടമുകളിലെ വീടിന് മുന്നിൽ ലഡു വിതരണം നടന്നു. പരിസരവാസികളാണ് ലഡു വിതരണം ചെയ്തത്. വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ്, ദില്ലിയിൽ നിന്ന് നോബിൾ മാരിക്കാരൻ, കൊച്ചിയിൽ നിന്ന് അർജുൻ മട്ടന്നൂരും അഞ്ജലി ശ്രീജിതാരാജും, തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധരം നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. നമുക്ക് ഓരോരുത്തരിലേക്ക് പോകാം. ഗുഡ് ഈവനിംഗ് ഗൈസ്. നമുക്ക് ശ്യാം ദേവരാജിൽ നിന്ന് തുടങ്ങാം. ശ്യാം ദേവരാജ്, മുൻകൂർ ജാമ്യം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണ് മുകുൾ റോത്തഗിയെ സിദ്ദിഖ് രംഗത്തിറക്കിയത്. അവസാന നിമിഷം വരെ ആ പ്രതീക്ഷയായിരുന്നു. എന്നാൽ 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടയുന്നു. ഇനി നോട്ടീസ് അയച്ച് മറ്റു കക്ഷികളുടെ കൂടി അഭിപ്രായവും അവരുടെ വാദങ്ങളും കേട്ട ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്നല്ലേ കോടതി തീരുമാനിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നടന്നത്? ശ്യാം ദേവരാജ്. ഗുഡ് ഈവനിങ് സുജയ പാർവതി. ഇന്ന് സിദ്ദീഖിന് ഏറെ ആശ്വാസകരമായ നടപടിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ബലാത്സംഗ കേസിൽ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്ന കേസിൽ സിദ്ദീഖിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. ഉച്ചയ്ക്ക് 1:30 ശേഷം ഏതാണ്ട് മിനിറ്റുകൾ നീണ്ട നടപടിക്രമങ്ങൾക്കിടെയാണ് ഹ്രസ്വമായ വാദം കേട്ട ശേഷമാണ് സുപ്രീം കോടതി ഈ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. കേസിൽ സംസ്ഥാന സർക്കാരിനും SITക്കും അതിജീവിതയ്ക്കും സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. ജസ്റ്റിസുമാരായ ബെല M ത്രിവേദി ഒപ്പം സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ ഉൾപ്പെട്ട 2-അംഗ ബെഞ്ചിൻ്റെതാണ് ഈ നടപടി. 2 ആഴ്ചത്തേക്കാണ് അറസ്റ്റ് തടഞ്ഞത്. അന്വേഷണവുമായി സഹകരിക്കണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി സിദ്ദീഖിന് നൽകിയിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദമായ സത്യവാങ്മൂലം നൽകണം, മറുപടി നൽകണം എന്ന കാര്യം സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണവുമായി സഹകരിക്കണം എന്നതാണ് സിദ്ദീഖിന് നൽകിയ നിർദ്ദേശം. അന്വേഷണവുമായി സഹകരിക്കാം എന്ന് സിദ്ദീഖിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മുകുൾ റോത്തഗി സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ 2016 ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. 8 വർഷം സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയോട് ചോദിച്ചത്. അങ്ങനെ ഗൗരവതരമായൊരു വിമർശനം സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്നു. എല്ലാ വ്യവസായ മേഖലകളിലും സ്ത്രീകൾക്കെതിരെ അതിക്രമമുണ്ട് എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു. സമാന കേസുകളിൽ പ്രതികളായ മറ്റ് നടന്മാർക്ക് ജാമ്യം ലഭിച്ചുവെന്നും തനിക്ക് മാത്രമാണ് ജാമ്യം ലഭിക്കാതിരിക്കുന്നതെന്നുമാണ് സിദ്ദീഖിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി സുപ്രീം കോടതിയെ അറിയിച്ചത്. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്, ഏത് വ്യവസ്ഥകളും അംഗീകരിക്കാൻ തയ്യാറാണ് എന്നുമാണ് സുപ്രീം കോടതിയിൽ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി അറിയിക്കുകയും ചെയ്തത്. അതിജീവിതയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് വൃന്ദ ഗ്രോവറാണ്, സുപ്രീം കോടതിയിലെ മറ്റൊരു മുതിർന്ന അഭിഭാഷക. പരാതിക്കാരിക്ക് 19 വയസ്സുള്ളപ്പോൾ ഫേസ്ബുക്ക് വഴി സിദ്ദീഖ് ഫേസ്ബുക്കിലൂടെ സമീപിച്ചു എന്ന കാര്യം പറയുന്നു. 2016 സിദ്ദീഖ് 21 വയസ്സുള്ളപ്പോൾ അതിജീവിതയെ ഈ സിനിമയുടെ പ്രിവ്യൂ കാണാൻ വേണ്ടി വിളിക്കുന്നത്. അതിനുശേഷമാണ് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നതും ഈ ലൈംഗിക അതിക്രമം നടത്തുന്നതും.
പക്ഷേ പരാതി നൽകുന്നവർക്കെതിരെ അവരെ അധിക്ഷേപിക്കുകയാണ്, അവർക്കെതിരെ ആക്ഷേപം ഉയർത്തുകയാണ് ഈ പരാതിക്കാരുടെ അഭിഭാഷകൻ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വാദങ്ങളാണ് ഉയർത്തുന്നതെന്നാണ് അതിജീവിതയ്ക്ക് വേണ്ടി നോബിളിലേക്ക് ഒന്ന് പോകാം നമുക്ക്. നോബിൾ മാരിക്കാരൻ, ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥയായ ക്രൈംബ്രാഞ്ച് SP മെറിൻ ജോസഫ് അടക്കം സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു. കോടതിയിൽ നിന്ന് മടങ്ങുന്നതിനിടെ മെറിൻ ജോസഫിനോട് നോബിൾ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും കണ്ടിരുന്നു. എന്താണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഈ അറസ്റ്റ് തടയുന്ന നടപടിയിലേക്ക് എത്തുന്നത് ചെറുത്തു നിൽക്കാൻ കോടതിയിൽ കഴിഞ്ഞില്ല എന്നതാണോ മനസ്സിലാക്കേണ്ടത്? സംസ്ഥാന സർക്കാരിന് അറസ്റ്റ് ചേർക്കുന്നതിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നാണ് യാഥാർത്ഥ്യം. എന്താണെങ്കിലും ഇന്നിപ്പോൾ ഈ കേസിന്റെ വാദം കേൾക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥ മെറിൻ ജോസഫ് IPS അതോടൊപ്പം സിദ്ദിഖിന്റെ മകൻ ഷാഹിൻ സിദ്ദിഖ് അടക്കമുള്ളവർ അവിടെ കോടതിയിൽ എത്തിയിരുന്നു. കോടതിയിൽ വാദം നടന്ന് ഈ വിധി വന്നതിന് പിന്നാലെ, തീരുമാനം വന്നതിന് പിന്നാലെ മെറിൻ ജോസഫാണ് ആദ്യം പുറത്തേക്ക് വന്നത്. അവരോട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ ചോദിച്ചപ്പോൾ ഔദ്യോഗികമായി ഒന്നും പറയാൻ ഇല്ല എന്നായിരുന്നു ഉദ്യോഗസ്ഥ വ്യക്തമാക്കിയത്. പക്ഷെ അവരുടെ ഒരു മുഖത്ത് അതിന് കൃത്യമായ നിരാശ ഉണ്ടായിരുന്നു എന്ന് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഔദ്യോഗികമായി പറയാൻ ഒന്നും തയ്യാറില്ല എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെയാണ് അവർ കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോയത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ കേസുകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും വ്യക്തമാക്കരുത് എന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് മെറിൻ ജോസഫ് IPS ഇതിൽ നിലപാട് പറയാതെ പോയത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണ് ഔദ്യോഗികമായി ഒന്നും പറയാനില്ല എന്ന് അവർ വ്യക്തമാക്കി. ഏറെക്കുറെ ഈ വിധി വന്ന് 1.5 മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് സിദ്ദിഖിന്റെ മകൻ ഷാഹിൻ സിദ്ദിഖ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തോട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നിലവിലത്തെ വിധിയിൽ വലിയ ആശ്വാസമില്ല എന്നാണ് ഇതിൽ സിദ്ദിഖിന്റെ മകൻ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ അവർ ഈ കോടതിയിൽ നിന്ന് ഒരു മുൻകൂർ ജാമ്യം തന്നെ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് മാത്രം തടഞ്ഞുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് അത്ര വലിയ ആശ്വാസമുള്ള വിധി എന്ന് അവർ വ്യാഖ്യാനിക്കാത്തതോടൊപ്പം തന്നെ മുതിർന്ന അഭിഭാഷകരെ ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും എന്നും സിദ്ദിഖിന്റെ മകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയം നടത്താൻ ഇല്ല എന്നാണ് നമുക്ക് അതിലേക്ക് വരാം.